ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഉള്ള കഥകളി അരങ്ങുകളിൽ ഒട്ടനവധി കലാകാരന്മാർ തങ്ങളുടെ താല്പര്യം, കലയോടുള്ള താല്പര്യം കൊണ്ട് കഥകളിയിൽ പ്രവർത്തിക്കുകയും അതിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. യാദൃശ്ചികമായി ഒരുപക്ഷെ കുട്ടിക്കാലത്ത് യാതൊരു താല്പര്യവുമില്ലാതെ പിന്നീട് യാദൃശ്ചികമായി ഒരു കേട്ടനുഭവത്തിൽ, ഒരു കണ്ടനുഭവത്തിൽ, ഒരു പറഞ്ഞ അനുഭവത്തിൽ ഇങ്ങനെയൊക്കെ കലാരംഗത്തേക്ക് പ്രവർത്തിക്കേണ്ടി വന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളൊരു കലാകാരനാണ് കലാനിലയം സുഭാഷ് ബാബു. അദ്ദേഹം മേളപ്പദത്തിൻ്റെ ചില എണ്ണങ്ങൾ കൊട്ടുന്നത് കണ്ട് ആവേശമൂത്ത് തനിക്ക് ഇനി കഥകളി ചെണ്ടയാണ് പഠിക്കേണ്ടത് എന്നുറപ്പിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത കലാകാരനാണ് കലാനിലയം സുഭാഷ് ബാബു. ഇദ്ദേഹം കലാഭാരതി എന്ന കഥകളി സ്ഥാപനത്തിലാണ് ചെണ്ട ആദ്യം അഭ്യസിച്ചത്, കലാമണ്ഡലം ശിവദാസൻ ആശാൻ്റെ കീഴിൽ. അവിടുത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഠനം ചെയ്യുകയും അതിൽ നിന്ന് ഉള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ, ഇരിങ്ങാലക്കുടയുള്ള കലാനിലയത്തിൽ ചേർന്ന് ചെണ്ട പഠനം തുടരുകയും ചെയ്തു. കലാഭാരതി സുഭാഷ് ബാബു, കലാനിലയം സുഭാഷ് ബാബു എന്നീ പേരുകളിൽ അദ്ദേഹം കഥകളി രംഗത്ത് പ്രശസ്തനാണ്. എനിക്ക് ധാരാളം ചൊല്ലിയാട്ട പരിചയങ്ങളൊന്നും കളരിയിൽ നിന്ന് കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉള്ള തോന്നൽ ഉണ്ടെങ്കിൽ പോലും കഥകളിയിലെ എല്ലാ കഥകളും വളരെ ധൈര്യപൂർവ്വം കൊട്ടുന്നതിന് അദ്ദേഹത്തിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം കളരിക്കപ്പുറം താൻ പങ്കെടുക്കുന്ന ഓരോ കഥകളി അരങ്ങുകളും കളരിയായി കണ്ടുകൊണ്ട് തനിക്കതിലൂടെ എന്ത് അടിസ്ഥാനപരമായി പഠിക്കേണ്ടതുണ്ടോ, അടിസ്ഥാനപരമായി പ്രയോഗിക്കേണ്ടതുണ്ടോ, പുതിയ പുതിയ കലാകാരന്മാർ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ, അരങ്ങിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ താൻ അതിന് ചെണ്ടയുമായി സഹകരിക്കേണ്ടതുണ്ട്, കൂടേണ്ടതുണ്ട്, കൊട്ടേണ്ടതുണ്ട് എന്നെല്ലാം അരങ്ങിലൂടെ ഒരു കളരിയായി കണ്ട് പ്രവർത്തിച്ച് ഉയർന്നു വന്ന ഒരു കലാകാരനാണ് കലാനിലയം സുഭാഷ് ബാബു. അദ്ദേഹത്തിൻ്റെ ആ ത്യാഗ മനോഭാവത്തിന് എത്ര സന്തോഷവും നന്ദി പറഞ്ഞാലും തീരാത്തതാണ്. കാരണം ഇത്തരം കലാകാരന്മാരുടെ പ്രവർത്തനമാണ് കഥകളിയുടെ നിലനിൽപ്പിന് എപ്പോഴും ആവശ്യമായത്. അങ്ങനെയൊരു കലാകാരൻ്റെ കൊച്ചു വർത്തമാനങ്ങളാണ് ഈ വായ്ത്താരിയിൽ നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുടവട്ടൂർ വാമനൻ നമ്പൂതിരി എന്ന തന്ത്രി മുഖ്യനാണ്. ഈ തന്ത്രി ആയ തൻ്റെ കുല കടമ നിർവഹിക്കുമ്പോഴും കലാപരമായി അദ്ദേഹത്തിന് ധാരാളം താല്പര്യമുണ്ട്. അത് ചെണ്ടയോടാണ് കൂടുതൽ. അദ്ദേഹം കളരി കേളി വളരെ വിദഗ്ധമായി കൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ സാധകത്തിനും എണ്ണങ്ങൾക്കും തീർമയോടുകൂടി, ആവേശത്തോടുകൂടി അദ്ദേഹം അരങ്ങിൽ പ്രവർത്തിക്കുന്നു. ആ ആവേശത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ
ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് തോന്നിപ്പോവും. അത്ര കണ്ട് ആഴത്തിൽ അദ്ദേഹം ആ വാദ്യത്തെ സ്നേഹിക്കുകയും ആ കലയെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുടവട്ടൂർ വാമനൻ നമ്പൂതിരി എന്ന തന്ത്രിമുഖ്യൻ തിരുവിതാംകൂർ ഭാഗത്ത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ തിരുവിതാംകൂറിന് ഇപ്പുറവും അല്ലെങ്കിൽ മലബാറിൽ പോലും ആ മേഖലയിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന നല്ല ഒരു വ്യക്തിയാണ്. നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി അറിവുള്ള വ്യക്തിയാണ്. അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. ഒപ്പം ഈ കലാപരമായും കലാകാരന്മാരോടും സ്നേഹവും അവരുടെ ഏത് ഉന്നമനത്തിനും വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനും മടിയില്ലാത്ത താല്പര്യവുമുള്ള വ്യക്തി കൂടിയാണ് കുടവട്ടൂർ വാമനൻ നമ്പൂതിരി. അദ്ദേഹത്തെയാണ് ഇന്ന് ഈ കലാനിലയം സുഭാഷ് ബാബുവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടിയത്. യാദൃശ്ചികമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു സംഭാഷണം ത്തിൻ്റെ അവസരം ഒരുങ്ങിയത്. രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സംശയങ്ങളുണ്ടായിരുന്നു. ഇത് ഏത് തരത്തിലാണ് ഇത്തരം ഒരു വൈത്താരി രൂപപ്പെടുന്നത് എന്നത്. എങ്ങനെയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് മുമ്പിലെത്തിക്കാൻ ഈ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കലാജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വളരെ കൃത്യമായി പങ്കുവയ്ക്കാൻ കലാനിലയം സുഭാഷ് ബാബുവിനും സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ വൈത്താരിയിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ഇടം പ്ലസ് തല വായ്ത്താരി പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കഥകളി മേളരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന യുവ കലാകാരനായ കൊട്ടാരക്കര പുലിക്കോട് സ്വദേശിയായ കലാനിലയം സുഭാഷ് ബാബു അവർകളാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്തും കൂടിയാണ്. കഥകളി മേളരംഗത്ത് അനേക വർഷമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് സുഭാഷ് ബാബുവിന് സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് മേളരംഗത്തേക്ക് അങ്ങ് കടന്നു വന്നത്? എന്തായിരുന്നു അതിൻ്റെ പ്രചോദനമെന്ന് പറയും? കാരണം ഇത് കലയും അതിൻ്റെ തുടക്കത്തിന് ചില മോട്ടിവേഷൻ ഉണ്ടാവണം. തീർച്ചയായും. ആ മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു? എവിടെ നിന്നായിരുന്നു തുടക്കം എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മേളക്കൊട്ടുകാരനായിരുന്നു. പുലിക്കോട് നാരായണൻകുട്ടി എന്ന് പറയും. അച്ഛൻ മേളത്തിന് പോകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഏത്താളം പിടിക്കാനൊക്കെ അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു. അങ്ങനെ വടമൺ ദേവീക്ഷേത്രം, അതായത് അഞ്ചലുള്ള വടമൺ ദേവീക്ഷേത്രത്തിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ, അച്ഛന് 10 ദിവസത്തെ അവിടെ മേളം ഉണ്ടായിരുന്നു അടിയന്തരം. അപ്പോൾ അച്ഛൻ്റെ കൂടെ താളം പിടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കഥകളി ഉണ്ടായിരുന്നു വടമൺ ക്ഷേത്രത്തിൽ. അപ്പോൾ അന്ന് എന്നെ പഠിപ്പിച്ച കലാമണ്ഡലം ശിവദാസനാശാനും രാധാകൃഷ്ണൻ ചേട്ടനുമായിരുന്നു ചെണ്ടയ്ക്ക്. അപ്പോൾ എനിക്കിവരെയൊന്നും അറിയത്തില്ല, അച്ഛനറിയാം. അപ്പോൾ അച്ഛൻ അവർ വരുന്ന കണ്ടിട്ട് അവരെ പോയി കണ്ടു സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കഥകളി തുടങ്ങാറായപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ കഥകളി കാണാൻ വരുന്നില്ല? ഞാൻ പറഞ്ഞു എനിക്ക് കഥകളി കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഥകളി റൂമിൻ്റെ അണിയറയുടെ തൊട്ടിപ്പുറത്തായിരുന്നു ഞങ്ങൾ കിടക്കുന്ന റൂം. അപ്പോൾ കഥകളി തുടങ്ങി. അന്ന് പുറപ്പാടും മേളപ്പദമൊന്നും അറിയത്തില്ല. പുറപ്പാട് തുടങ്ങി. മേളപ്പദം കൊട്ടുന്ന കണ്ടപ്പോൾ ചെണ്ടയും, ഞാനവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ചെണ്ടയും മദ്ദളമായിട്ടുള്ള ആ കൊട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ശരീരം ഒരു വല്ലാതെ വന്നു. അങ്ങനെ ഇത് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിച്ചെന്നു സ്റ്റേജിൻ്റെ അടുത്ത് നിന്ന്. അതെ. ആ കൊട്ട് കണ്ടപ്പോൾ അതിൻ്റെ പിറ്റേന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ചെണ്ട പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ ഈ സമയത്തൊന്നും ചെണ്ട പഠിച്ചിട്ടൊന്നും, കാരണം ഞാനൊരു ചെണ്ടക്കാരനാണ്, ചെണ്ട പഠിച്ചിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ലെന്നാണ് ജീവിതം. അതെ ബുദ്ധിമുട്ടാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ITIക്കോ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് കഥകളി കൊട്ട് പഠിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീ ഡിഗ്രി 1.5 വർഷമായി. 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ പ്രീ ഡിഗ്രി ക്ലാസ്സിന് ഇത് എൻ്റെ മനസ്സിൽ ഇത് തന്നെ ചെണ്ട പഠിക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു.
അപ്പോൾ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ അപേക്ഷ അയച്ചു. ഇപ്പോൾ എന്തോ സാങ്കേതിക തകരാറുകൊണ്ട് ഇൻ്റർവ്യൂവിന് ലെറ്റർ, ഇപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ ആണെങ്കിൽ നാളെ ആണ് ലെറ്റർ കിട്ടുന്നത്. അപ്പോൾ ആ ലെറ്റർ അന്ന് മറ്റേ ഇല്ലൻ്റ് ആണല്ലോ, ആ ലെറ്റർ കൊണ്ട് ഞാൻ കലാമണ്ഡലത്തിൽ ചെന്നു. ഞാനും അച്ഛനും അച്ഛൻ്റെ അനുജനും ഞങ്ങൾ 3 പേരോട്ട് കലാമണ്ഡലത്തിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് അന്ന് വാഴയങ്കട വിജയനാശാനായിരുന്നു പ്രിൻസിപ്പാൾ. അവിടെ ചെന്നു, ആശാനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആളെ ഇനിയിപ്പോൾ എടുക്കത്തില്ല, അപ്പോൾ അടുത്ത വർഷം വേണമെങ്കിൽ നമുക്ക് സുഭാഷിന് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് വിജയനാശാൻ്റെ അന്ന് വാഴയങ്കട വിജയനാശാനെന്നോ ആരെ അറിയത്തില്ല നമുക്ക്. അവിടുന്ന് ഞാനും അച്ഛനും കൊച്ചച്ഛനുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ പോരടത്തുള്ള രാശരാശൻ അവിടെ നിന്ന് നടന്നു വരുന്നു. എനിക്കറിയത്തില്ല ഇവരൊന്നും, അച്ഛനറിയാം. അപ്പോൾ രാശരാശൻ ചോദിച്ചു എവിടുന്നാണ് വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആശാനെ അറിയാം. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ആശാനോട് ചോദിച്ചു ഇന്ന ഇത് ഇങ്ങനെ മോനെ ഇവിടെ ചേർക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു സമയം കഴിഞ്ഞു പോയി, അടുത്ത വർഷം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ആശാൻ തന്നെ പറഞ്ഞു പകൽക്കുറി എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ വിടും. പകൽക്കുറിയിൽ കലാഭാരതി എന്ന് പറയുന്നൊരു കഥകളി സ്കൂളുണ്ട്. അവിടെ തെക്കനാട്ടിലെ ചെണ്ടയുടെ കുലപതി കലാമണ്ഡലം ശിവദാസൻ എന്ന് പറയുന്ന ആളാണ് ചെണ്ട പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ പോയി ഒന്ന് നോക്കൂ. അവിടെ പോയിട്ട് അഥവാ അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കഴിഞ്ഞ് പോരാൻ പറയും. അപ്പോൾ ഞാൻ തന്നെ കലാഭാരതി ചെന്നു. അച്ഛൻ വന്നില്ല, ഞാൻ തന്നെ കലാഭാരതി ചെന്നു. അപ്പോൾ ശിവദാസ് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആശാനെ ഇങ്ങനെ നീ ചെണ്ട പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് ഈ ആശാൻ എന്നുള്ളത് നമുക്കറിയത്തില്ല, ആശാൻ എന്നും അങ്ങനെ ഇതായില്ല, അറിയത്തില്ല. അവിടെ ചെന്നു. അപ്പോൾ പറഞ്ഞു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂവിന് വിളിക്കും, അപ്പോൾ വന്നാൽ മതി. അപ്പോൾ ഞാൻ കലാഭാരതി പഠിച്ച രമണൻ ഒരു ശശികുമാർ എന്ന് പറയുന്നൊരു പാട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമായിരുന്നു. ഞങ്ങൾ 3 പേരും ചെണ്ടയ്ക്കാണ് തന്നെ. അപ്പോൾ എന്നെ ചെണ്ടയ്ക്ക് പരിഗണിച്ചു. രമണൻ മദ്ദളം, ശശികുമാർ എന്ന് പറയുന്ന ആൾ പാട്ട്. അപ്പോൾ ശശികുമാർ ഇപ്പോൾ ഈ ഫീൽഡിലില്ല. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. അവിടുന്ന് പഠിച്ചു. പിന്നെ ആദ്യത്തെ ഗുരു ശിവദാസാനാണ്. അച്ഛൻ്റെ കൂടെ കൊണ്ടു നടന്നിട്ടേ ഉള്ളൂ. കാരണം സ്കൂളിൽ അച്ഛൻ പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം താളം പിടിക്കാൻ പോകും. അച്ഛൻ ചെണ്ടക്കാരനായതുകൊണ്ടാണ് ഈ ചെണ്ട പഠിക്കാൻ ഇത്രയൊരു പിന്നെ അന്നത്തെ ആ കഥകളിയുടെ പിന്നെ അത് വല്ലാത്തൊരു ആ കൊട്ട് അന്നത്തെ ആ കഥ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ സാധാ മേള കണ്ടുള്ളൂ. അന്നത്തെ ആ കൊട്ട് കണ്ടപ്പോൾ എനിക്ക് ഇത് പഠിച്ചാൽ മതി, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിധിയായിരിക്കാം, ഇത് പഠിച്ചാൽ മതി, എനിക്ക് കഥകളി കൊട്ട് പഠിക്കണമെന്നുള്ള ഒറ്റ തീരുമാനമായിരുന്നു. വേറെ ഒന്നും പഠിക്കണ്ട. കാരണം വീട്ടുകാർ പറഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ITIക്കോ വേറെ ഏത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ അവർക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പഠിച്ചാൽ എൻ്റെ വിധി അതായിരിക്കാം. അതെ എന്താ കലയോടുള്ള ഒരു അദമ്യമായ താല്പര്യം, അതിനൊരു പ്രചോദനം അന്നത്തെ കഥകളി അന്തരീക്ഷത്തിൽ ഉണ്ടായിയെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു നിയോഗമായിട്ട് നമുക്കതിനെ കാണാം. ഇന്ന് ഈ നിലയിലേക്ക് എത്താനും ഒരു വഴി തുറന്നത് ഒരുപക്ഷെ ആ ഒരു സംഭവമായിരിക്കാം. അന്ന് ആദ്യമായിട്ട് കഥകളിക്കൊട്ട് കേട്ട വ്യക്തിയെ തന്നെ ഗുരുവായി സ്വീകരിക്കാനും കഴിഞ്ഞതും ഒരു വലിയ അത് മാത്രമല്ല, നമ്മൾ ഇന്നിവിടെ നിൽക്കുന്ന വേദി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയത്താണിത് ഷൂട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ ചെണ്ടയുടെ കുലപതിയായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് വളരെ നമ്മളോട് പറഞ്ഞതെന്നുള്ളത് ഒരു എല്ലാം ഒരു നിമിത്തമായിട്ട് എല്ലാം ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാം ഭഗവാന്റെ പുണ്യം. ഏതായാലും ഈ കലാഭാരതി പഠനം മാത്രമാണോ? അല്ല, 3 വർഷം അവിടെ പഠിച്ച ശേഷം കലാനിലയത്തിൽ കുഞ്ഞുണ്ണിയാശാൻ്റെ കീഴിൽ അവിടെ 4 വർഷം ഡിപ്ലോമ കോഴ്സ് പാസ്സായി. അവിടെ കലാനിലയ കുഞ്ഞുണ്ണിയാശാനും കലാമണ്ഡലം ശിവദാസ് എന്ന് പറയുന്ന ഒരു ആശാനും ഉണ്ടായിരുന്നു. അതെ അവിടെ രണ്ട് ശിവദാസന്മാരായിരുന്നു. അവിടെയും പഠിച്ചു. ഇവിടെ ഡിപ്ലോമ കോഴ്സ് പാസ്സായി. അപ്പോൾ 2 വർഷം കൂടെ കുഞ്ഞുണ്ണിയാശാൻ പറഞ്ഞു 2 വർഷം കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ശിവദാസ് ആശാൻ പറഞ്ഞു വേണ്ട സുഭാഷ്, തെക്കനാട്ടിലല്ലേ, അപ്പോൾ ഇതൊക്കെ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പുറപ്പാടോ ഒരു വെള്ളപ്പതോ കൊട്ടാൻ പറ്റുമെങ്കിൽ അവിടെ അത്യാവശ്യം ജീവിക്കാം. അപ്പോൾ അങ്ങനെയാണ് തിരിച്ച് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ അന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഈ കല കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, കാര്യമില്ല എന്നുള്ളത് പറഞ്ഞു. കാരണം ഈ കവി പറയും ഹിരണ്യമേവാർജയ നിഷ്ഫല കല എന്ന് പറയാറുണ്ട്.
ധനമാർജിക്കാത്ത കല കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയും. ഇപ്പോൾ എന്താണ് സുഭാഷിന് അത്തരത്തിലൊരു വീക്ഷണം എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കല ഇനി ഞാൻ മനസ്സിലാക്കിയത് സുഭാഷ് ഈ കലയുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അതുമായി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് തട്ടിച്ചെന്ന് പറഞ്ഞു. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇത്രയും നാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും നാളും അത്യാവശ്യം ക്ലാസ്സുകളും അത്യാവശ്യം കളികളൊക്കെ ഉണ്ട്. ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ഇതുപോലെ മരിക്കുന്നവരെ പോകണമെന്നുള്ളതാണ് ആഗ്രഹം. ഏതായാലും ആ ആഗ്രഹം സാധിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ കുടുംബ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ ശ്യാമ, അപ്പം ഞാൻ ശ്യാമ സുഭാഷ് എന്ന് പറയും. രണ്ട് മക്കളാണ്. മൂത്ത മകൻ അർജുൻ കൃഷ്ണ, അയാൾ +1 പഠിക്കുന്നു. ഇളയാൾ മകളാണ്, അയാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പ്രശസ്തനായ ചെണ്ടക്കാരനും അത് മാത്രമല്ല അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് കുടവട്ടൂർ വാമനൻ നമ്പൂതിരി. അദ്ദേഹം ഒരു തന്ത്രിയുമാണ്. തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആളാണ്. തന്ത്രിയാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. നേരത്തെ കോളേജ് ലെക്ചറായിരുന്നു. ഇപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ തൻ്റെ സ്വന്തം ജീവിതമാർഗമായ പൂജ ദേവസ്വം ബോർഡിൽ തിരുമേനിയാണ്. അദ്ദേഹം ചെണ്ടക്കാരനാണ്. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ പഠിച്ചതും ഒരുമിച്ച് ഞാനും ശിവദാസ ആശാന്റെ ശിഷ്യനാണ്. പക്ഷെ ഞാൻ അതിനു മുമ്പ് മേളം പഠിച്ചത് 3 ആശാന്മാരുടെ കീഴിൽ മേളം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. 4ാമത്തെ കഥകളി മേള ശൈലി എനിക്ക് പകർന്നു തന്നത് ശിവദാസൻ. ഞങ്ങൾ രണ്ടുപേരെയും ഒരാൾ തന്നെയാണ്. അപ്പൊ സുഭാഷിനെ അതിനു മുമ്പേ അറിയാം, മേള ഫീൽഡുമായി ബന്ധപ്പെട്ട്. കാരണം പൂജയ്ക്ക് പോകുന്ന സമയത്ത് പലയിടത്തും അദ്ദേഹം മേളത്തിന് വരാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം സുഭാഷുമായിട്ട് പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാർന്ന കാര്യമാണ്. ഇന്നും അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. കുറേ നാളൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ആശാന്റെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഞങ്ങളെല്ലാവരും ഒത്തുകൂടാനുള്ള സാധിച്ചത്. അതും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അത് തന്നെ സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ശിഷ്യന്മാരെല്ലാം ഒന്ന് ഒത്തുകൂടി അതൊരു നല്ല ഒരു ചിന്തയായിട്ടും ആണ് കാണുന്നത്. എല്ലാവരുടെ ഒത്തുകൂടാനും എല്ലാവരുടെയും പരിചയങ്ങളൊക്കെ ഒന്ന് പുതുക്കാനും. ഞാൻ കുറേ നാൾ കഥകളി മേള ഫീൽഡിൽ നടന്നു. അതുപോലെ തന്നെ മേളക്കൊട്ടുകൾ ഇപ്പോൾ ക്ഷേത്രത്തിലെ അടിയന്തരമൊക്കെ ആയിട്ടുള്ള മേളക്കൊട്ടുകളിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് കഥകളി മേഖലയിലേക്ക് വന്നത്. പക്ഷേ അത് തുടർന്ന് പോകാൻ എനിക്ക് ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. കുറേ വർഷങ്ങളുള്ള. അതുകൊണ്ട് തന്നെ കഥകളി ഫീൽഡിലെ എല്ലാവരുമായിട്ടും അടുപ്പം എനിക്കുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ താന്ത്രികമായ ക്രിയാപരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഉണ്ടായതുകൊണ്ട്, അപ്പോൾ ഇത് രണ്ടും സീസണായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഉത്സവകാലത്താണ് കഥകളി ഉള്ളതും ഈ സമയത്താണ് പൂജാതി കർമ്മങ്ങളും ഉള്ളത്. അപ്പോൾ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഇതിന് കുറച്ച് താഴേക്ക് പോയി എന്നുള്ളതാണ്. ഏതായാലും ആഗ്രഹത്തിന് വേണ്ടി പല വേദികളിലും ഇന്നിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു കേളി ഉണ്ടായിരുന്നു. അത്തരം ആഗ്രഹങ്ങൾ സാധിക്കാറുണ്ടെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവരൊക്കെ ആ മേഖലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ ഈ ക്ലാസ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സാധാരണ നമ്മുടെ തെക്കൻ നാട്ടിൽ ഈ മേളങ്ങളാണ് കൂടുതലും ഉള്ളത്. ഈ ശാസ്ത്രീയമായി അഭ്യസിച്ച് പഠിക്കുന്ന മേളത്തേക്കാൾ കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് മറ്റ് തരത്തിലുള്ള സാമ്പ്രദായികമല്ലാത്ത തെക്കൻ സമ്പ്രദായം എന്നതിനെ പറയാൻ പറ്റും. ഇന്നിപ്പോൾ പഞ്ചാരി മേളം നമ്മുടെ തെക്കൻ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. പക്ഷെ വടക്കൻ സമ്പ്രദായത്തിലുള്ള തായമ്പക പോലുള്ള മേള വഴികൾക്ക് പ്രാധാന്യം തെക്കൻ നാട്ടിൽ കുറവാണ്. അപ്പോൾ ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഏത് ശൈലി അല്ലെങ്കിൽ ഏത് വഴിയാണ് പ്രധാനമായിട്ടും ക്ലാസ് എടുക്കാൻ സുഭാഷ് സ്വീകരിക്കുന്നത്? ഞാൻ തായമ്പക പഠിപ്പിക്കാറുണ്ട്. കേളി, പഞ്ചാരിമേളം 3, 4, 5 പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തായമ്പക പഠിക്കുന്ന പിള്ളേർ തായമ്പക കൂടുതലും അവർക്ക് ഇവിടെ കൊട്ടാനുള്ള ഒരു ഇതില്ല. കൊട്ടാനുള്ള സ്റ്റേജോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തായമ്പക പഠിക്കുന്നത് ഈ കൂടുതലും യുവജനോത്സവത്തിന് വേണ്ടിയായിരിക്കും കൂടുതലും. അപ്പം അത് കഴിയുമ്പോൾ ആ യുവജനോത്സവം ആ ഒരു ഇത് കഴിയുമ്പോൾ അവർ പിന്നെ അതങ്ങ് പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. +1 +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ഈ തായമ്പൊന്നും പഠിക്കാറില്ല. തന്നെയല്ല, ഈ എന്താ പറയുന്നത്, വേറൊരു മേളം ഉണ്ടല്ലോ ഇപ്പോൾ,
ഉത്സവകാലത്തൊക്കെ കൊട്ടുന്ന ഏറെ ശിങ്കാരിമേളം. ശിങ്കാരി മേളം എന്ന് പറഞ്ഞിട്ടൊരു മേളം, യാതൊരു ശാസ്ത്രീയമായ അവബോധത്തോടുകൂടി അല്ലാത്ത ചില മേള വഴികളാണ് ഈ ശിങ്കാരി മേളം എന്ന് പറയുന്നത്. സത്യത്തിൽ അവർക്ക് ഒന്ന് ചാടാതെ കൊട്ടാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സാധാരണ പറയും മര്യാദയ്ക്ക് നിന്ന് കൊട്ടാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിനോട് എന്താണ് സുഭാഷിൻ്റെ ഒരു വിലയിരുത്തൽ? ശിങ്കാരി മേളം എന്ന് പറയുമ്പോൾ നമ്മളൊരു തക്കിട്ട, ഇപ്പോൾ 1ാം കാലം 2ാം കാലം 3ാം കാലം, ഇപ്പോൾ 4ാം കാലം കൊട്ടാറായി കഴിഞ്ഞാൽ ശിങ്കാരി മേളം കൊട്ടാൻ പറ്റും. വലിയ സാധകത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു കഥകളി കൊട്ടുകാരന് അല്ലെങ്കിൽ ഒരു തായമ്പക്കാരനാവണമെങ്കിൽ തക്കിട്ട നമുക്ക് കൊട്ടാൻ പറ്റും. പക്ഷേ ഒരു 10-20 വർഷമെങ്കിലും നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ബാക്കി 3 പാടകൈകളും സ്വായത്തമാക്കണം. എന്നാലും നമുക്കൊരു കഥകളി കൊട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൊട്ടുകാരൻ നമുക്കിപ്പോൾ തക്കിട്ടേ തരികിടേ 4 കാലം കൊട്ടാം. പക്ഷെ ഒരു കൊട്ടുകാരനാണെന്ന് വേറൊരാൾ വിലയിരുത്തണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും, ഒരു 10-20 വർഷമെങ്കിലും പിടിക്കും. അല്ല, തീർച്ചയായിട്ടും ഈ ചെണ്ട എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെണ്ട വാദനം എന്നുള്ള തലത്തിലേക്ക് അല്ലെങ്കിൽ ചെണ്ട വായന എന്നുള്ള തലത്തിലേക്ക് വരുന്നത് കഥകളി മേളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബാക്കിയെല്ലാം ഈ നമ്മുടെ ഈ നാടൻ ഭാഷയിലെ ആളുകൾ പറയും ചെണ്ടയടി എന്നാ പറയും, ചെണ്ടയടി എന്നാ പറയും, എന്തോ കൂടം വെച്ച് അടിക്കുന്ന ഭാവത്തിലാണ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ശാസ്ത്രീയമായ ഈ പഠനം നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരികയും ശരിക്കും അതിനൊരു അവബോധം ഉണ്ടാക്കേണ്ടത് പൊതുജനങ്ങളിലാണ്. പൊതുജനങ്ങളിലും നമ്മളുടെ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരിലുമൊക്കെ ഈ ഒരു ബോധമുണ്ടാക്കി തായമ്പക പോലുള്ള അല്ലെങ്കിൽ കേളി പോലുള്ള എത്രയോ വർഷത്തെ തപസ്യയുടെ ഫലമായിട്ടാണ് ഒരു നല്ല രീതിയിലൊരു തായമ്പ കൊട്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു കഥകളി കൊട്ടുകാരനാവാൻ പറ്റുന്നത്. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ചെണ്ട എടുത്ത് തോളയിലിടുക, അടിക്കുക എന്നുള്ളത് മാത്രമാണ്, അതിന് യാതൊരു പഠനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള തലത്തിലേക്കാണ്. അപ്പം അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ടോ അതിനെക്കുറിച്ച്? കാരണം ഇപ്പോൾ പിന്നെ ഓരോ ഇത് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പഠിക്കാം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ വരുന്നത്. കാരണം അതെ അതായത് അരങ്ങേറ്റം കഴിയേണ്ട അതിനുമ്പ് ചെണ്ടയെ കൊട്ടണം എന്നുള്ള ബോധത്തോടുകൂടിയാണ് പിള്ളേർ. ആ ഒരു ലക്ഷ്യമാണ്. അതെ ഈ പുളിമുട്ടം കൊണ്ടുള്ള അതൊന്നും വയ്യ. അവർക്ക് ചെണ്ടയിൽ വരുമ്പോഴേ ചെണ്ട കൊടുക്കുക, ചെണ്ടയിൽ കൊട്ടുക. അപ്പോൾ ഈ കുറച്ച് നാൾ കല്ലിൽ തന്നെ കൊട്ടി ശീലിച്ചെങ്കിലേ ചെണ്ട കൊട്ടുമ്പോൾ ആ വക്കും നടുവും കറക്റ്റ് അതൊക്കെ കറക്റ്റായി വരണമെങ്കിൽ വലന്തലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വയ്യ. കാരണം ഇപ്പോൾ കലാമണ്ഡലത്തിലോ കലാനിലയോ അല്ലെ കലാഭാരതി അങ്ങനെയുള്ള സ്ഥാപനങ്ങളല്ല, അല്ലാതെ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന പിള്ളേർ അവർക്ക് പെട്ടെന്ന് കൂടുതലും പഞ്ചാരി മേളമാണ്. ഇന്നത്തെ ഗുരുക്കന്മാർ കൂടുതലും പഞ്ചാരി മേളമാണ്. ഈ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും പറ്റുമെന്ന് പറയുന്നത് പോലെ ഒരു ഗ്രൂപ്പായിട്ട് കൊട്ടുമ്പം മറ്റൊരാൾക്കുണ്ടാകുന്ന തെറ്റുകളോ അബദ്ധങ്ങളോ ഒന്നും അതൊക്കെ മറികടന്ന് ഗ്രൂപ്പിലങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാന്മാർക്കും താല്പര്യം അതാണ്, പെട്ടെന്ന് തന്നെ കുട്ടികളുടെ അരങ്ങേറ്റം നടത്താം, രക്ഷിതാക്കളിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് ആ തലത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ എത്രയോ വർഷത്തെ തപസ്യയുടെ ഫലമായിട്ടാണ് ഒരു നല്ല കഥകളി കൊട്ടുകാരൻ രൂപം കൊള്ളുന്നത് എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ആ മേളം കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്കത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൊട്ട് പഠിച്ച ഒരാൾ കൊട്ടുന്നതും കൊട്ട് പഠിക്കാത്ത ഒരാൾ കൊട്ടുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസം. തീർച്ചയായിട്ടും വ്യത്യാസം. ഇപ്പോൾ ഞാനോ ഞങ്ങൾ വാമൻ എന്ന് പറയുന്നെങ്കിലും ഞങ്ങൾ ചെല്ലപ്പേര് അമ്പിളി എന്നാണ് വിളിക്കുന്നത്. കൊച്ചിലെ അമ്പിളി വാമൻ എന്ന് പെട്ടെന്ന് ആ പേര് വരത്തില്ല, അമ്പിളി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനായാലും അമ്പിളി ആയാലും ഇപ്പോൾ ഞങ്ങൾ പഠിച്ച ആ രീതിയിലായിരിക്കത്തില്ല വേറൊരാൾ കൊട്ടുന്നത്. ഈ ഞങ്ങൾ കൊട്ടുന്ന രീതിയിൽ ഒരു സാധാ മേളക്കാരൻ പഠിക്കാത്തതായാലും അല്ലാതെ ഒരു മേളക്കാരൻ സാധാരണ നാടൻ മേളക്കാർക്ക് പറ്റത്തില്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു മേളക്കാരൻ എണ്ണം കൃത്യമായിട്ട് ഏറ്റു ചുരുക്കി കൊട്ടുന്ന ആളുകൾ തീരെയില്ല. അവർക്ക് അതൊന്നും പറഞ്ഞാൽ തന്നെ അത് അറിയില്ല. എണ്ണം വലുത് ചെറുത് 3, 2 എന്നുള്ള ക്രമത്തിൽ അതിൻ്റെ കലാശം പോലും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ സാധാരണ നമ്മുടെ നാട്ടിലുള്ളൊരു മേളക്കാരന് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കൊട്ടുന്നു, കേട്ട് പഠിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. പക്ഷേ അതൊരു കലയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു നെഗറ്റീവാണ്. ശരിക്കും ആ കലയെ കൊല കൊടുക്കുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. വലിയൊരു സമ്പ്രദായത്തെ കേവലം ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി കേവലം കൊട്ടാക്കി മാറ്റുക. ചെണ്ട വായന അല്ലെങ്കിൽ ആ ശബ്ദപ്രപഞ്ചം ചെണ്ട കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും. കഥകളി നമുക്കറിയാമല്ലോ, കഥകളി മേളരംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ആ കഥകളി മേളമെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഭാവത്തെ ആവിഷ്കരിക്കാൻ ആ ചെണ്ട കൊണ്ട് സാധിക്കും. ശരിക്കും കഥകളിയുടെ ജീവൻ എന്ന് പറയുന്നത് ചെണ്ടയാണെന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാം. മദ്ദളമൊക്കെ
പ്രാധാന്യമില്ലെന്നല്ല പറയുന്നത്, എങ്കിലും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് ആ ചെണ്ടയുടെ ആ ഭാവം അനുസരിച്ചുള്ള മർമ്മം അറിഞ്ഞുള്ള കൊട്ടുകളാണ്. അതൊക്കെ ഉണ്ണികൃഷ്ണാശാന്റെ കൊട്ടൊക്കെ നമ്മൾ പലപ്പോഴും തീർച്ചയായിട്ടും അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ഈ കഥ 10-25 വർഷമായി. അപ്പോൾ ഞാൻ ഈ കഥകളി മേഖലയിലുള്ള സാക്ഷാൽ കലാമണ്ഡലത്തിലെ ഉണ്ണികൃഷ്ണാശാൻ മുതൽ, അങ്ങനെ പറയാം, ഉണ്ണികൃഷ്ണാശാൻ മുതൽ പിന്നെ പ്രഗത്ഭരായ എല്ലാ ചെണ്ട കലാകാരന്മാരോട് കൊട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണാശാൻ അത് ഓർമ്മയാണോന്ന് അറിയത്തില്ല. ഇപ്പോഴെങ്കിലും വർഷങ്ങളായി. കാരണം ഒരു പിന്നെ കുറൂരാശാൻ ഉണ്ണികൃഷ്ണാശാൻ ഞാനിവിടെ ആയിരുന്നു ചെണ്ട ഈ പരവൂരൊരു കളിക്ക്. അപ്പോൾ അത് അന്ന് ആദ്യം എന്തോ കഥയൊന്നും ഓർക്കുന്നില്ല, രണ്ടാമത് ദുര്യോധനമായിരുന്നു. അപ്പോൾ ആശാന് ഞാനിവിടെ ആയിരുന്നത് കഴിച്ചു കൂട്ടി. ആദ്യം ഗോപിയാശാൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണാശാൻ ഗോപിയാശാൻ കുറച്ച് നേരം കൂട്ടി, പിന്നെ കുറൂരാശാൻ കൂട്ടി. അപ്പോൾ ദുര്യോധനം മൊത്തം ഞങ്ങൾ രണ്ടുകൂടായിരുന്നു. ആ രൗദ്രഭീമനെ കൊട്ടുന്ന ആ ആശാൻ്റെ കൊട്ട് കേട്ടിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നു. ഇപ്പോഴല്ല, വർഷങ്ങളായി. അപ്പോൾ ഞാനിങ്ങനെ ആശാൻ്റെ ആ കൊട്ട് കണ്ടിട്ട് ഞാനിങ്ങനെ, കാരണം താളം പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആശാൻ എന്തോ കൊട്ടുന്നത്, കാരണം താളം കയ്യിൽ നിന്ന് പോവുക. ആശാൻ കൊട്ടുന്ന ആശാൻ്റെ കൊട്ട് അതെ ആശാൻ്റെ കൊട്ട് കണ്ടിട്ട് നമുക്ക് കറക്റ്റ് താളം പിടിക്കാൻ പറ്റുന്നില്ല. കാരണം എങ്ങോ ഇടഞ്ഞു പോകുന്നത് താളം. കാരണം ആശാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, ഏതായാലും ഈ അതൊക്കെ ഈ ഒരു സാധകം എന്ന് പറയുന്ന ഒന്ന് വളരെ ഈ ഏത് കലയാണെങ്കിലും അതിൽ തെളിഞ്ഞു വരണമെങ്കിൽ സാധകത്തിന് പ്രാധാന്യം. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് എത്രയോ വർഷത്തെ തപസ്യയായിട്ട് കാണുകയും തീർച്ചയായിട്ടും ആ സാധകത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെയധികം അത്തരത്തിലുള്ള ആശാനെ പോലുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ പരിമിതമായ സാഹചര്യങ്ങളെ സാധകത്തിന് പോലും ഉണ്ടായിട്ടുള്ളൂ. ഈ ഒറ്റയ്ക്ക് സാധകം ചെയ്യുന്നതും കൂട്ടായിട്ട് സാധകം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. കുറേ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ കൈ കഴിക്കുമ്പോൾ അങ്ങ് താത്തു വയ്ക്കും. കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് നമ്മളോടുള്ള വാശി, നമുക്ക് കൂടെ കൊട്ടുന്നവരോടുള്ള വാശിയല്ല, നമുക്ക് നമ്മളോടുള്ള വാശിയോട് അത്ര ഒപ്പിക്കാൻ പറ്റാതെ വാശി ഉണ്ടാവും. അതൊക്കെ ഒരു നമ്മളാ കലാഭാരതിയിലുള്ള കർക്കിടക മാസത്തിലെ സാധകം തീർച്ചയായിട്ടും അത് കറക്റ്റ്. ശിവദാസാശാൻ കറക്റ്റ് 4 മണി ആശാൻ ഞങ്ങളുടെ കൂടെ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ 4 മണിക്ക് ആശാൻ വിളിക്കും. അപ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പീതാംബരം കലാഭാരതി, ഞാൻ ചെല്ലുന്ന വർഷം പീതാംബരം എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു കലാഭാരതിയിൽ, തിരുവല്ലയുള്ള പീതാംബരേട്ടൻ. അപ്പോൾ സംഗീതത്തിന് ചെണ്ട വായിച്ചത്. അപ്പോൾ അദ്ദേഹം, ഇപ്പോൾ എൻ്റെ പേര് സുഭാഷ് ബാബു എന്നായതുകൊണ്ട് പുള്ളി, ഞാൻ രമണൻ ഞങ്ങൾ കിടക്കുന്ന വേറെയാണ്. അപ്പോൾ ആശാനും പീതാംബരേട്ടനെ കിടക്കുന്ന വേറെ റൂമിലാണ്. അപ്പോൾ അവിടെ റോഡ് കഴിഞ്ഞ് അങ്ങോട്ട് വരണം. അപ്പോൾ ഈ റോഡിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വിളിക്കും, ബാബു 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 എന്ന് വിളിക്കും. അപ്പോൾ ഈ ബാബു ബാബു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ എഴുന്നേറ്റ് വന്ന് ഒരു ദയയില്ലാത്ത സാധകമായിരുന്നു. അല്ല, അതുകൊണ്ട് ഇത്രയെങ്കിലും നമുക്ക് കൊട്ടാൻ പറ്റി എന്നുള്ളതൊരു അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഏതായാലും ഈ കലാരംഗത്ത് ഇനിയും ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കാൻ സുഭാഷ് ബാബുവിന് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതിന് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം, വിലപ്പെട്ട സമയം ഈ പരിപാടിക്ക് വേണ്ടി നൽകിയതിന് വളരെയധികം സന്തോഷം. പ്രേക്ഷകർ ഇതൊക്കെ കണ്ടിട്ട് ഒരു കലയുടെ ത്യാഗം എന്താണെന്ന് മനസ്സിലാക്കി കലാകാരന്മാരെ ബഹുമാനിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി, ബഹുമാനിക്കുന്നില്ല എന്നല്ല എങ്കിലും ഒരു കഥകളി മേളരംഗത്ത് ശോഭിക്കുന്ന ഒരാളുടെ പിന്നിൽ നിരവധി ത്യാഗങ്ങളുടെ കഥ അവർക്ക് പറയാനുണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് കലാമണ്ഡലത്തിൽ പഠിക്കണം എന്നും പറഞ്ഞാൽ പോയ അന്ന് നമുക്ക് ഉണ്ണികൃഷ്ണാശാനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ബലരാമാശാനെ ഇങ്ങനെയുള്ള ആശാന്മാരെയൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ഈ ചെണ്ടയെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ എന്നാലും കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചില്ല എന്ന് ഉണ്ടെങ്കിലും കലാമണ്ഡലത്തിലുള്ള അവിടുത്തെ പ്രഗത്ഭരായ ആശാന്മാരോടൊക്കെ കൂടെ കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരെയും ഗുരുനാഥൻ കലാമണ്ഡലം ശിവദാസനാശാനാണ്. അതുപോലെ രാധാകൃഷ്ണ ചേട്ടൻ, പിന്നെ ഇവരോടൊക്കെ ഒപ്പം ചെണ്ട കൊട്ടാൻ കഥകളിക്ക് കൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് അരങ്ങത്ത്, എൻ്റെ ഒരു മനസ്സിലാഗ്രഹം അരങ്ങത്ത് കൊട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ഭഗവാൻ
വിചാരിക്കുന്ന ആ അത്രയും കാലം അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ഈ അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് ഈ കഥകളിക്കൊട്ടിൻ്റെ ചോറാണ് ഉണ്ണുന്നത്. അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ പോകണമെന്നാണ് തീർച്ചയായിട്ടും ധാരാളം പരിപാടികളും ഒക്കെ കിട്ടി. ആ ആഗ്രഹം സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.